ഹായ് ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു ക്രിസ്മസ് റീത്താണ്. അതിനായിട്ട് ഞാൻ ഗ്രീൻ കളർ പേപ്പർ എടുത്തിട്ടുണ്ട്. ഈ പേപ്പർ മൂന്നായിട്ട് നമുക്ക് ഇതുപോലെ മൂന്ന് ഈക്വൽ പാർട്ടായിട്ട് നമുക്ക് മടക്കിയിട്ട് ഇത് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം. ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ 3 പീസായിട്ട് നമുക്ക് ഒരു പേപ്പർ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമുക്ക് ഇതിങ്ങനെ മടക്കി കൊടുക്കാം. നന്നായിട്ട് മടക്കി കൊടുക്കണം. സെൻറ്ററിലോട്ട് ഇനി മടക്കും. ഇനി നമുക്ക് അടുത്ത സൈഡ് മടക്കി കൊടുക്കാം. ഇങ്ങനെ എല്ലാ സൈഡും നമ്മൾ മടക്കിയെടുത്തു. ഇനി നമുക്കത് നൂർത്തിട്ട് ഇങ്ങനെ കിട്ടും. നമുക്ക് ഇതിൻ്റെ ഒരു സൈഡ് തൊട്ട് നമുക്കിങ്ങനെ തിരിച്ചും മറിച്ചും മടക്കിയെടുക്കാം. ഇതുപോലെ ഇത് ഫുള്ളായിട്ട് മടക്കിയെടുക്കാം. ഇതിങ്ങനെ മടക്കിയെടുത്തതിന് ശേഷം നമുക്ക് ഒരു സൈഡിൽ ചെറുതായിട്ടൊന്ന് ചരിച്ച് വെട്ടിക്കൊടുക്കാം. ഇതുപോലെ ബാക്കി പേപ്പറും ഒരുമിച്ച് പിടിച്ചിട്ട് നമുക്ക് ആ ഒരു ലെവലിൽ വെട്ടിക്കൊടുക്കാം. ഈ ഭാഗം ഒന്ന് ട്രിം ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ കിട്ടും പോയിന്റഡ് ആയിട്ട്. ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് സ്റ്റേപ്ലർ വെച്ചിട്ട് പിൻ ചെയ്യാം.
ഇതുപോലെ കിട്ടും. ഇതിൻ്റെ താഴെ 2 സൈഡ് ചെറുതായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കും. ഇതുപോലെ നമുക്ക് എല്ലാ ലീഫും ഉണ്ടാക്കിയെടുക്കാം. എന്നിട്ട് അതിന് ഞാൻ അതിൻ്റെ അറ്റത്തെല്ലാം ഒരു ഗിൽറ്റ് കൊടുത്തിട്ടുണ്ട്, ചെറുതായിട്ടൊരു തിളക്കം കിട്ടാനായിട്ട്. ഇനി നമുക്ക് ഇതുപോലെ ഒരു കാർഡ്ബോർഡ് വെട്ടിയെടുത്തിട്ട് അതിൽ ഞാൻ വൈറ്റ് പേപ്പറാണ് ഒട്ടിച്ചിരിക്കുന്നത്. ഇനി ഈ കാർഡ്ബോർഡിൽ ഈ റിങ്ങേൽ നമുക്കിത് ഒട്ടിച്ചു കൊടുക്കാം. ഇങ്ങനെ ഓരോന്ന് വെച്ചിട്ട് നമുക്ക് ആ റിങ് ഫുള്ളായിട്ട് ഒട്ടിച്ചെടുക്കണം. ഇങ്ങനെ ഇത് ഫുള്ളായിട്ട്. ഇനി നമുക്ക് ഒരു റെഡ് പേപ്പർ എടുത്തിട്ട് ഒരു സ്ക്വയർ പീസ് എടുത്തിട്ട് ഇത് നമുക്ക് ഇങ്ങനെ മടക്കി തിരിച്ചും ഇങ്ങനെ ക്രോസായിട്ട് മടക്കിയെടുക്കാം. ഈ റീത്തിൻ്റെ സെൻറ്ററിലായിട്ട് നമുക്കൊരു ബോ ഉണ്ടാക്കാനാണ്. ഇങ്ങനെ മടക്കിയെടുത്തതിന് ശേഷം ഇത്രയും ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഇതുപോലെ വെട്ടിയെടുത്തതിന് ശേഷം നമുക്ക് ഈ സൈഡും കൂടെ ഇതുപോലെ വെട്ടിയെടുക്കാം. കുറച്ച് ഭാഗം മാത്രം വെട്ടാതെ ഇടണം. സെൻറ്ററിൽ കുറച്ച് ഭാഗം വെട്ടാതെ ഇടണം. ഇതുപോലെ തന്നെ ഈ സൈഡും വെട്ടിയെടുക്കും. ഇത്രയും ഭാഗം വെട്ടിയെടുത്തിട്ട് ആ ഒരു ചെറിയ പോർഷൻ വെട്ടാതെ നമുക്ക് അവിടെ ഇടണം. അങ്ങനെ എന്നിട്ട് നമുക്ക് അവിടെ പശ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം. തിരിച്ച് മടക്കി ഇങ്ങനെ ഒട്ടിച്ചെടുക്കാം. തിരിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഈ 2 പേപ്പറും കൂടെ ചേർത്ത് പിടിച്ച് ഒരു ചെറിയൊരു കർവ് ഷേപ്പ് കൊടുക്കാം. ഇങ്ങനെ കിട്ടും. ഇനി നമുക്ക് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഇതിൻ്റെ 2 സൈഡ് ഒട്ടിച്ചു കൊടുക്കാം. ഇങ്ങനെ ഒട്ടിച്ചെടുക്കണം.
ഈ സൈഡും ഇതുപോലെ തന്നെ 2 സൈഡും ഇങ്ങനെ വെച്ചിട്ട് ഒട്ടിച്ചെടുക്കും. ഇതുപോലെ ഒട്ടിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ വെട്ടിയെടുക്കാം. ഇങ്ങനെ കിട്ടും. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡിൽ 2 സൈഡിലും ചെറിയ കട്ട് കൊടുത്ത് അതിൻ്റെ ഷേപ്പ് വരുത്താം. ഇതുപോലെ ഈ സൈഡും ചെയ്യും. നമുക്ക് ഇതുപോലെ കിട്ടും ലാസ്റ്റ് 2 സൈഡും. ഇനി നമുക്ക് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഞാൻ കുറച്ച് ഗിൽറ്റാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റോണൊക്കെ വാങ്ങിച്ചിട്ട് വെച്ച് കൊടുക്കാം, കുറച്ചുകൂടെ അട്രാക്റ്റീവായിട്ടിരിക്കും. ഇനി ഇത് നമുക്ക് ക്രിസ്മസ് റീത്തിൽ വെച്ച് കൊടുത്തത് നോക്കാം. ഇങ്ങനെ ഇത് ഒട്ടിച്ചു കൊടുക്കണം ഗം വെച്ചിട്ട്. ഞാനത് ഹാങ് ചെയ്യാനായിട്ട് ഒരു നൂല് വെച്ചിട്ട് ഇതുപോലെ ഒട്ടിച്ച് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്കെല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ കൂട്ടുകാരെല്ലാവരും ഇത് ചെയ്ത് നോക്കണം, സപ്പോർട്ട് ചെയ്യണം. ഇനി ഒരു പുതിയ വീഡിയോയുമായിട്ട് വരാം. താങ്ക് യു.